പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാനിന്ന് വീണ്ടും ഗാർഡനിലാണ്. എൻ്റെ കയ്യിൽ വന്നുവിട്ടിരിക്കുന്ന പുസ്തകം ഹെഡ്വിഗ് കൂർട്സ് മാലർ എന്ന് പറയുന്ന ഒരാൾ എഴുതിയിട്ടിരിക്കുന്ന 2 നോവലുകളാണ്. ഇത് ആദ്യത്തെ നോവലിൻ്റെ പേര് ദസ് എർബേ ദർ റോഡൻബർഗ് എന്ന് പറയുന്ന ആളുടെ പൈതൃകം എന്ന് പറഞ്ഞാൽ അയാളുടെ സ്വത്തുക്കൾ ആർക്ക് കൊടുക്കണമെന്നുള്ളത്. രണ്ടാമത്തേതിൻ്റെ പേര് ദി പെൽസ് ക്വേനിഗിൻ. ഈ 2 നോവൽ ഒരു പുസ്തകത്തിലാക്കി ലീബ് ഹാബർ എഡിഷൻ ഡേമാർക്ക് 12 എന്ന സീരിയലിലാണ് അദ്ദേഹം വിൽക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഡോയ്ച്ചെ മാർക്ക് 12 ആണ് വില. ഇത് 2000 ഇറങ്ങിയ പുസ്തകമായിട്ടാണ് അകത്തെ കവറിൽ നിന്ന് കാണുന്നത്, ആദ്യത്തെ എഡിഷൻ. ഗാർഡനിലാണെന്ന് പറഞ്ഞല്ലോ. ഞാൻ കുറച്ച് ദിവസം മുന്നേ കാണിച്ച ഗാർഡനിലെ ചെറി മരങ്ങളിൽ കായ്കൾ പഴുത്തു തുടങ്ങി, നിറം മാറി തുടങ്ങി. പക്ഷേ ഇത്തവണത്തെ ചെറി വലിയ വലിപ്പമൊന്നുമില്ല. വെള്ളക്കുറവ് കൊണ്ടാണോ വളക്കുറവ് കൊണ്ടാണോ എന്താണെന്നറിയില്ല. അതുപോലെ മുന്തിരി കുല നാമ്പിട്ട് കഴിഞ്ഞു. അത് വളരുന്നതിന് കുറച്ച് നാളെടുക്കും. ബീർണൻ അല്പമൊക്കെ വളർന്നു തുടങ്ങിയിട്ടുണ്ട്, മെച്ചപ്പെടുന്നുണ്ട്. അതിനപ്പുറമുള്ള മരത്തിൻ്റെ പേരെനിക്ക് എപ്പോഴും മറന്നു പോകുന്നു. അതിലും കുറച്ച് കായുണ്ട്. അപ്പോൾ ഗാർഡനിൽ ഇരുന്നു കൊണ്ട് നമുക്ക് ഹെഡ്വിഗ് കൂർട്സ് മാലർ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന പുസ്തകത്തെപ്പറ്റി ഒരു 5-10 മിനിറ്റ് നേരം ചെലവിടാം. ഈ പുസ്തകത്തിൽ ഹെഡ്വിഗ് കൂർട്സ് മാലറെ പറ്റി പറയത്തക്ക യാതൊരു വിവരവും ഞാൻ കാണുന്നില്ല. ഏതായാലും പുസ്തകത്തിൻ്റെ പുറം ഭാഗത്ത് കാണുന്നതെന്ന് നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കാം. ജർമ്മനിയിൽ 2000 ആണ്ടിൽ ഇവിടുത്തെ കറൻസി ഡോയ്ച്ചെ മാർക്കിൽ നിന്ന് യൂറോയിലേക്ക് മാറി. എന്ന് വെച്ചാൽ കറൻസിയുടെ പേരാണ് ഞാനീ പറയുന്നത്. അപ്പോൾ ജർമ്മനിയിൽ സംഭവിച്ച ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇവരുടെ ഡോയ്ച്ചെ മാർക്കിൻ്റെ നേരെ പകുതി, എന്ന് വെച്ചാൽ 2 മാർക്ക് കൂടിയാൽ 1 യൂറോയുടെ വിലയാവും. അപ്പോൾ അതുകൊണ്ട് ഇതിന് വിലയിടുമ്പോൾ നിങ്ങൾ ഇതിൽ കാണുന്ന പോലെ താഴെ നോക്കിയാൽ കാണാം, ഡോയ്ച്ചെ മാർക്ക് 12 എന്ന് വെച്ചാൽ 12, യൂറോ അതിന് ഏകദേശം തുല്യമായിട്ട് 6 യൂറോ 14 സെൻറ്റ്. ഇതാണ് പുസ്തക മാർക്കറ്റിൽ ജർമ്മനിയിൽ സംഭവിച്ച വ്യത്യാസങ്ങൾ. എങ്ങനെയുമാകട്ടെ, ഇതിലുള്ള 2 പുസ്തകങ്ങളിൽ രണ്ടാമത്തെ പുസ്തകം ചെറുതാണ്. അതിൻ്റെ പേര് ദി പെൽസ് ക്വേനിഗിൻ എന്ന് പറഞ്ഞാൽ കമ്പിളി രാജ്ഞി. അതാണ് കഥാപാത്രത്തിൻ്റെ ഒരു വിവരണമായിട്ട് ഈ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത്. പീറ്റർ ഹർത്തവ് ഹാറ്റ് സിഷ് ഇൻ കാനഡ von einfachen Pelztierjäger zum Millionär emporgearbeitet എന്ന് പറഞ്ഞാൽ, പീറ്റർ ഹർത്താവ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ കാനഡയിൽ ജീവിച്ചിരിക്കെ അദ്ദേഹം പെൽസറ്റിയറുകളെ എന്ന് പറഞ്ഞാൽ കമ്പിളിക്ക് ഉപയോഗിക്കുന്ന രോമങ്ങളുള്ള മൃഗങ്ങളെ യാഗം ചെയ്ത് വേട്ടയാടി
വലിയ മില്ലിനെയറായി തീർന്നു. എന്ന് വെച്ചാൽ കോടിപ്രഭുവായി തീർന്നു. So oft seine Geschäfte erlauben, അയാൾക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഫെയർ എയർ mit seiner Tochter Winfried in die Wälder. സമയം കിട്ടുമ്പോഴൊക്കെ അവൾ